ഹോസിയയുടെ പുസ്തകം 7-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ഇസ്രായേലിനെ സുഖപ്പെടുത്താൻ ഒരുങ്ങുമ്പോൾ എഫ്രായിമിൻ്റെ അഴിമതിയും സമരിയായുടെ അകൃത്യങ്ങളും വെളിപ്പെടും. അവർ വ്യാജമായി പെരുമാറുന്നു. കള്ളൻ അകത്ത് കിടക്കുന്നു, കവർച്ചക്കാരൻ പുറത്തു കൊള്ള നടത്തുന്നു. അവരുടെ ദുഷ്കർമ്മങ്ങൾ ഞാൻ ഓർക്കുന്നുവെന്ന് അവർക്ക് ചിന്തയില്ല. അവരുടെ പ്രവൃത്തികൾ അവരെ വലയം ചെയ്തിരിക്കുന്നു. അവ എൻ്റെ കൺമുമ്പിലുണ്ട്. തങ്ങളുടെ ദുഷ്ടത കൊണ്ട് അവർ രാജാവിനെ സന്തോഷിപ്പിക്കുന്നു, വഞ്ചന കൊണ്ട് പ്രഭുക്കന്മാരെയും. അവർ വ്യഭിചാരികളാണ്, ചുട്ടുപഴുത്ത അടുപ്പ് പോലെയാണ് അവർ. മാവ് കുഴിക്കുന്നത് മുതൽ അത് പുളിക്കുന്നത് വരെ മാത്രമേ അതിൽ തീ ആളിക്കത്താതിരിക്കുകയുള്ളൂ. നമ്മുടെ രാജാവിൻ്റെ ഉത്സവ ദിനത്തിൽ പ്രഭുക്കന്മാർ വീഞ്ഞിൻ്റെ ലഹരിയിൽ ദഹിച്ചു. നിന്ദകരുമായി അവൻ കൈകോർത്ത് പിടിച്ചു. ഗൂഢാലോചന കൊണ്ട് അവരുടെ ഹൃദയം തീച്ചൂള പോലെ ജ്വലിക്കുന്നു. രാത്രി മുഴുവൻ അവരുടെ കോപം മങ്ങിക്കിടക്കുന്നു. പ്രഭാതമാകുമ്പോൾ അത് ആളിക്കത്തുന്നു. അവർ അടുപ്പ് പോലെ ചുട്ടുപഴുത്തിരിക്കുന്നു. തങ്ങളുടെ ഭരണാധിപന്മാരെ അവർ വിഴുങ്ങുന്നു. അവരുടെ രാജാക്കന്മാർ നിലം പതിച്ചു. അവരാരും എന്നെ വിളിച്ചപേക്ഷിക്കുന്നില്ല. ജനതകളുമായി ഇടകലർന്ന് മറിച്ചിടാതെ ചുട്ടെടുത്ത അപ്പമാണ് എഫ്രായിം. പരദേശികൾ അവൻ്റെ ശക്തി കാർന്നു തിന്നുന്നു. അവനതറിയുന്നില്ല. അവൻ്റെ മുടി നരച്ചു തുടങ്ങി. അവനതറിയുന്നില്ല. ഇസ്രായേലിൻ്റെ അഹങ്കാരം അവനെതിരെ സാക്ഷ്യം നൽകുന്നു. ഇതൊക്കെയായിട്ടും അവർ തങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് തിരിയുകയോ അവിടുത്തെ അന്വേഷിക്കുകയോ ചെയ്യുന്നില്ല. ബുദ്ധിയും വിവേകവുമില്ലാത്ത മാടപ്രാവണ തുല്യമാണ് എഫ്രായിം. അവൻ ഈജിപ്തിനെ സഹായത്തിന് വിളിക്കുന്നു, അസിറിയയിൽ അഭയം തേടുന്നു. അവർ പോകുന്ന വഴി അവരുടെ മേൽ ഞാൻ വല വീശും. വായുവിലെ പക്ഷികളെ എന്ന പോലെ അവരെ ഞാൻ വീഴ്ത്തും. അവരുടെ ദുഷ്കൃത്യങ്ങൾക്ക് ഞാൻ അവരെ ശിക്ഷിക്കും. അവർ വഴിതെറ്റി എന്നിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു. അവർക്ക് ദുരിതം. അവർ എന്നെ എതിർത്തു. അവർക്ക് നാശം. ഞാൻ അവരെ രക്ഷിക്കുമായിരുന്നു. എന്നാൽ അവർ എനിക്കെതിരെ വ്യാജം പറയുന്നു. ഹൃദയം നൊന്ത് എന്നെ വിളിച്ചപേക്ഷിക്കുന്നതിന് പകരം അവർ കിടക്കയിൽ വീണ് വിലപിക്കുന്നു. ധാന്യത്തിനും വീഞ്ഞിനും വേണ്ടി അവർ തങ്ങളെ തന്നെ മുറിവേൽപ്പിക്കുന്നു. അവർ എന്നെ ധിക്കരിക്കുന്നു. ഞാനാണ് അവരുടെ കരങ്ങൾക്ക് പരിശീലനവും ശക്തിയും നൽകിയത്. എന്നിട്ടും അവർ എനിക്കെതിരെ തിന്മ നിരൂപിക്കുന്നു. അവർ ബാലിലേക്ക് തിരിയുന്നു. അവർ ചതിക്കുന്ന വില്ല് പോലെയാണ്. അവരുടെ പ്രഭുക്കന്മാർ തങ്ങളുടെ നാവിൻ്റെ ഔന്നത്യ നിമിത്തം വാളിനിരയാകും. ഈജിപ്തിൽ അവർ ഇതിനാൽ പരിഹാസ വിഷയമാകും. ഹോസിയ 8-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. കാഹളം അതിരങ്ങളോട് അടുപ്പിക്കുക. കർത്താവിൻ്റെ ആലയത്തിന് മുകളിൽ കഴുകൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. കാരണം അവർ എൻ്റെ ഉടമ്പടി ലംഘിച്ചു, എൻ്റെ നിയമം അനുസരിച്ചില്ല. അവർ എന്നോട് കരഞ്ഞപേക്ഷിക്കുന്നു. എൻ്റെ ദൈവമേ, ഇസ്രായേലെ, ഞങ്ങൾക്ക് അങ്ങേ അറിയാം. ഇസ്രായേൽ നന്മയെ തിരസ്കരിച്ചു. ശത്രു അവരെ അണുധാവനം ചെയ്യും. അവർ രാജാക്കന്മാരെ വാഴിച്ചു. എന്നാൽ എൻ്റെ ആഗ്രഹങ്ങളുമനുസരിച്ചല്ല അവർ അധികാരികളെ നിയമിച്ചത്. എൻ്റെ അറിവ് കൂടാതെയാണ്. തങ്ങളുടെ വെള്ളിയും സ്വർണവും കൊണ്ട് അവർ വിഗ്രഹങ്ങൾ നിർമ്മിച്ചു. അതവരെ നാശത്തിലെത്തിച്ചു. സമരിയ, നിന്റെ കാളക്കുട്ടിയെ ഞാൻ തട്ടിത്തെറിപ്പിച്ചു. എൻ്റെ കോപം അവർക്കെതിരെ ആളിക്കത്തുന്നു. തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ ഇനിയും അവർ എത്ര വൈകും? അത് ഇസ്രായേലിലെ ഒരു ശില്പി ഉണ്ടാക്കിയതാണ്. അത് ദൈവമല്ല. സമരിയയുടെ കാളക്കുട്ടിയെ കഷ്ണങ്ങളായി ഞാൻ തകർക്കും. അവർ കാറ്റ് വിതയ്ക്കുന്നു, കൊടുങ്കാറ്റ് കൊയ്യും. വളർന്നു നിൽക്കുന്ന ചെടികളിൽ കതിരില്ല. അത് ധാന്യം നൽകുകയില്ല. നൽകിയാൽ തന്നെ അത് അന്യർ വിഴുങ്ങും. ഇസ്രായേൽ വിഴുങ്ങപ്പെട്ടിരിക്കുന്നു. അവർ ജനങ്ങൾക്കിടയിൽ ഉപയോഗശൂന്യമായ പാത്രം പോലെയായി കഴിഞ്ഞു. കൂട്ടം വിട്ടലയുന്ന കാട്ടുകഴുതിയെ പോലെ അവർ അസിറിയയിലേക്ക് പോയിരിക്കുന്നു. എഫ്രായിം കാമുകന്മാരെ കൂലിക്ക് എടുത്തിരിക്കുന്നു. അവർ ജനതകളുടെ ഇടയിൽ കൂലി കൊടുത്ത് സംഖ്യമുണ്ടായിട്ടെങ്കിലും ഞാൻ അവരെ വേഗം ഒന്നിച്ചു കൂട്ടും. രാജാക്കന്മാരെയും പ്രഭുക്കന്മാരെയും അഭിഷേകം ചെയ്യുന്നതിൽ നിന്ന് കുറച്ചു കാലത്തേക്ക് അവർ വിരമിക്കും. എഫ്രായിം പാപത്തിനായി ബലിപീഠങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. അതവന് പാപം ചെയ്യാനുള്ള പീഠങ്ങളായി. ഞാൻ അവന് 1000 പ്രമാണങ്ങൾ എഴുതി കൊടുത്തിരുന്നെങ്കിൽ തന്നെയും അവന് അവ അപരിചിതമായി തോന്നുമായിരുന്നു. അവർ ബലികൾ ഇഷ്ടപ്പെടുന്നു. അവർ മാംസം അർപ്പിക്കുന്നു, അത് ഭക്ഷിക്കുന്നു. എന്നാൽ കർത്താവ് അവരിൽ സംപ്രീതനാവുകയില്ല. അവിടുന്ന് അവരുടെ അകൃത്യങ്ങൾ ഓർക്കും. അവരുടെ പാപങ്ങൾക്ക് അവരെ ശിക്ഷിക്കും. അവർ ഈജിപ്തിലേക്ക് മടങ്ങും. ഇസ്രായേൽ തൻ്റെ സൃഷ്ടാവിനെ മറന്ന് കൊട്ടാരങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു. യൂദ സുരക്ഷിത നഗരങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. എന്നാൽ അവൻ്റെ നഗരങ്ങളിന്മേൽ ഞാൻ അഗ്നി അയക്കും. അത് അവൻ്റെ ശക്തി ദുർബങ്ങൾ വിഴുങ്ങിക്കളയും.